ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 16 ദൈവമാതാവിൻ്റെ ശുദ്ധീകരണം. ഒന്നാമത് അനുസരണവും, രണ്ടാമത് എളിമയും, മൂന്നാമത് പരസ്നേഹവും. ഈ 3 പുണ്യങ്ങളാണ് ശുദ്ധീകരണം കൊണ്ട് മാതാവ് മുഖ്യമായി പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ആദ്യം, പ്രസവാനന്തരം സകല സ്ത്രീകൾക്കും ശുദ്ധീകരണം ആവശ്യമാണ് എന്നൊരു കൽപ്പന പഴയ നിയമത്തിലുണ്ട്. ഈ കൽപ്പന അനുസരിച്ചതുകൊണ്ട് പരിശുദ്ധ മറിയം അനുസരണത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായി ശോഭിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സർവേശ്വരൻ്റെ മാതാവും സകല കന്യകകളിലും പരിശുദ്ധ കന്യകയുമായിരിക്കുന്ന മറിയത്തിൽ പുത്രോത്പാദനം ഉണ്ടായത് റൂഹാദുകുദാശിയുടെ അത്ഭുത പ്രവൃത്തി കൊണ്ടാകയാൽ ഈ മാതാവ് ഒരു നാളും ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും വേദത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ആചാരമര്യാദകളെല്ലാം അല്പവ്യത്യാസം പോലും വരുത്താതെ നിറവേറ്റി. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും വേദസംബന്ധമായ കൽപ്പനകളെ ശരിയായും പൂർണ്ണ മനസ്സോടുകൂടി നിറവേറ്റി വരുന്നോ എന്ന് വിചാരിപ്പിൻ. ഇല്ലെങ്കിൽ ഇനിയെങ്കിലും അവയെ വേണ്ട വിധത്തിൽ നിറവേറ്റുന്നതിന് ദൈവജനനി കാണിച്ചു തന്ന ദൃഷ്ടാന്തം പ്രോത്സാഹജനകമായിരിക്കട്ടെ. രണ്ടാമത്, മറ്റു സ്ത്രീകളെപ്പോലെ ശുദ്ധീകരിക്കപ്പെടുന്നതിന് മനസ്സായതുകൊണ്ട് മറിയം തൻ്റെ കന്യാത്വം, ദൈവമാതൃത്വം എന്നീ ഉന്നത മഹിമകളെ മറയ്ക്കുകയും തന്നെ താഴ്ത്തി അപമാനവും നിന്ദയും അനുഭവിപ്പാൻ തക്കവണ്ണം തനിക്കില്ലാത്ത ഹീനതയെ ശേഷം പേർക്ക് കാണിച്ചു കൊടുക്കുകയുമാണല്ലോ ചെയ്തത്. രാജകുടുംബത്തിൽ ജാതയും പരലോക ഭൂലോകങ്ങളുടെ രാജ്ഞിയുമായിരുന്നിട്ടും എളിയ ജനങ്ങൾ കൊടുത്തു വരാറുള്ള 2 ചെങ്ങാലികളായിരുന്നു മറിയവും ദേവാലയത്തിൽ കാണിക്കയായി സമർപ്പിച്ചത്. ഈ പ്രവൃത്തി കൊണ്ട് ലോകമഹിമയും സ്തുതിയും വർജ്യമാണെന്ന് ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ നാം വളരെ നിസ്സാരന്മാരും പാപികളുമായിരുന്നിട്ടും സ്വന്തം കുറ്റങ്ങളെയും കുറവുകളെയും മറച്ചു വെച്ചുകൊണ്ട് ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് നടിച്ച് മറ്റുള്ളവരാൽ സ്തുതിക്കപ്പെടുന്നതിനും ലോകത്തിൽ കീർത്തി സമ്പാദിക്കുന്നതിനുമായി പ്രയത്നിക്കുന്നു. ഇങ്ങനെയുള്ളവർ ദൈവമാതാവിന് ഇഷ്ടപ്പെട്ട മക്കളാകുന്നത് എങ്ങനെ? മൂന്നാമത്, കന്യകാമറിയം ശുദ്ധീകരണത്തിൻ്റെ ശേഷം സ്വന്തം കുമാരനായ ഈശോയെ കാണിക്കയായിട്ട് സർവേശ്വരന് സമർപ്പിച്ചു. ഈ പ്രവൃത്തിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് ദൈവമാതാവിൻ്റെ വിപുലമായ പരസ്നേഹമാകുന്നു. ഈശോ മിശിഹ സ്ലീവായിൽ മരണം പ്രാപിച്ചാൽ മാത്രമേ മനുഷ്യർ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ദൈവനിശ്ചയത്തെ പരിശുദ്ധ ദൈവമാതാവ് മുൻകൂട്ടി അറിഞ്ഞു. ഈ നിശ്ചയത്തിനും ദൈവനീതിക്കും ഒത്ത വിധത്തിൽ തൻ്റെ കുമാരനെ ബലിയായി കയ്യേൽപ്പിക്കുകയാണ് ഈ പ്രവൃത്തി കൊണ്ട് സാധിച്ചിട്ടുള്ളത്. തന്മൂലം ഈ മാതാവ് മനുഷ്യരോട് കാണിച്ച സ്നേഹവും അനുഭവിച്ച വ്യാകുലതയും എത്രമാത്രമെന്ന് പറവാൻ മനുഷ്യന് ശക്തി പോരാ. ഇത്ര സ്നേഹം നമ്മോട് പ്രദർശിപ്പിച്ച ഈ മാതാവിനെ സ്നേഹിക്കാതെ ഇരിക്കാമോ? ഈ രാജ്ഞിയെ സ്നേഹിക്കാത്തവർ നന്ദിഹീനരും ദുഷ്ടരുമല്ലയോ? ദൃഷ്ടാന്തം: ഫ്രാൻസ് രാജ്യത്തിൽ കർക്കസോ നഗരിയിൽ വിശുദ്ധ ഡൊമിനിങ്കോസ് പ്രസംഗം ചെയ്ത് നടക്കയിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു മനുഷ്യനെ കുറേ പേർ കൂട്ടിക്കൊണ്ടുവരികയുണ്ടായി. ദൈവമാതാവിനെക്കുറിച്ചുള്ള 153 മണിജപം നന്നല്ലെന്ന് പറഞ്ഞതിനാൽ അവനിൽ പിശാച് ആവസിച്ചിരുന്നു. വിശുദ്ധ ഡൊമിനിങ്കോസിന് അവനെ കണ്ടയുടനെ ഇത് മനസ്സിലായതിനാൽ താൻ 153 മണിജപത്തെക്കുറിച്ച് പ്രസംഗിച്ചതെല്ലാം നേരോ കള്ളമോ എന്ന് സർവേശ്വരൻ്റെ നാമത്തിൽ പറയണമെന്ന് പിശാചിനോട് കൽപ്പിച്ചു. അപ്പോൾ പിശാച് ആ മനുഷ്യൻ വഴിയായി ഇങ്ങനെ മറുപടി കൊടുത്തു: ചുറ്റും നിൽക്കുന്ന ക്രിസ്ത്യാനികളെ, ഞാൻ പറയുവാൻ പോകുന്നതിനെ നിങ്ങൾ കേൾപ്പിൻ. എൻ്റെ ശത്രുവായ ഡൊമിനിങ്കോസ് ദൈവമാതാവിനെയും 153 ജപത്തെയും 3 മണി ജപത്തെയും പറ്റി പ്രസംഗിച്ചതൊക്കെയും സത്യം തന്നെ. കന്യകാമറിയത്തെ വണങ്ങുന്നവർക്ക് യാതൊരു തിന്മയും വരുത്തുവാൻ എനിക്ക് ശക്തിയില്ല. അവരിൽ മോക്ഷപ്രാപ്തിക്ക് അയോഗ്യരുണ്ടായിരുന്നാലും ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടാതിരിക്കുകയില്ല. ദിവ്യജനനിയോട് ഭക്തിയായിരുന്ന് 153 മണിജപം പതിവായി ചൊല്ലുന്നവർക്കെല്ലാം അന്ത്യസമയത്തിൽ അവരുടെ പാപങ്ങളെക്കുറിച്ച് ഉത്തമ മനസ്താപവും തന്മൂലം സർവേശ്വരനിൽ നിന്ന് പാപപ്പൊറുതിയും ഈ മാതാവ് വഴിയായി ലഭിക്കുന്നതാകൊണ്ട് അവർ സംശയം കൂടാതെ മോക്ഷപ്രാപ്തരാകും. പിശാചിൻ്റെ ഈ വാക്കുകൾ കേട്ട് അവിടെ നിന്നെല്ലാവരും വിശുദ്ധ ഡൊമിനിങ്കോസും ആ പിശാചിനെ അയാളിൽ നിന്നൊഴിപ്പാനായിട്ട് 153 മണിജപം ചൊല്ലാൻ തുടങ്ങി. അയാളിൽ അനേകം പിശാചുക്കൾ ആവസിച്ചിരുന്നതിനാൽ ഓരോ നന്മ നിറഞ്ഞ മറിയം എന്ന ജപത്തിനും ഓരോ പിശാച് തീക്കനൽ രൂപമായി ഓടിപ്പോവുകയും ജപം തീർന്നയുടനെ ആ മനുഷ്യൻ പൂർണ്ണസുഖം പ്രാപിക്കുകയും അനേകം പതിതർ ഈ അത്ഭുതം കണ്ട് മനസ്സ് തിരിയുകയും ചെയ്തു.
ക്രിസ്ത്യാനികളെ, പിശാച് നിങ്ങൾക്കൊരു തിന്മയും വരുത്താതിരിപ്പാൻ എപ്പോഴും ദൈവമാതാവിൻ്റെ സങ്കേതം പ്രാപിച്ചുകൊള്ളണം. ജപം. എത്രയും കനിവുള്ള കന്യകാമറിയമേ, ദൈവത്തിൻ്റെ അമ്മയെന്നുള്ള പൂജ്യനാമത്താൽ ക്രിസ്ത്യാനികൾ അങ്ങയെ വിളിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെയും ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. എല്ലായിടത്തിലും എല്ലാവരാലും സ്നേഹിക്കപ്പെടുവാൻ തക്ക മാതാവേ, രാജാതിരാജനായ സർവേശ്വരൻ അങ്ങേ എളിമയും ഭക്തിവിശ്വാസങ്ങളും കണ്ട് അളവില്ലാത്ത വിധത്തിൽ നിന്നെ സ്നേഹിച്ച് ഏറ്റവും ഉന്നത മഹിമയെ അങ്ങേക്ക് നൽകിയതുകൊണ്ടും അനവധി ഉപകാരങ്ങൾ എനിക്ക് നീ ചെയ്തതിനാലും നിന്നെ ഞാൻ സ്നേഹിക്കാതിരിക്കാമോ? വേണ്ട പോലെ നിന്നെ സ്നേഹിപ്പാൻ സാധിക്കാത്തതിനാൽ സങ്കടപ്പെട്ടുകൊണ്ട് എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും എനിക്കുള്ള സകലത്തെയും അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ കാഴ്ചവെച്ചുകൊള്ളുന്നു. അങ്ങ് തന്നെ അവയെ ഭരിച്ച് അങ്ങേ ഇഷ്ടം പോലെ നടത്തിക്കൊള്ളണമേ. ശുദ്ധ ബർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവൃതക്കാട് രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. ആദരിച്ചവചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടുള്ളണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരൻ പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യവും ഈ ജപം. 3 സ്വർഗസ്ഥനായ 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലാം. രാജകന്യകെ എന്ന ജപം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. രാജകന്യകെ, മനോഗണത്തിൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്ന് കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പെടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ. ആമീൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓരോ അപേക്ഷയ്ക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലാം. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃത ജപം. സ്നേഹത്തിന് പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ചില അജ്ഞാനികളോട് സത്യവേദത്തെപ്പറ്റി പറയണം. വരം ചൊരിയണമേ മാതേ മറിയമേ, വരം ചൊരിയണമേ മാതേ മറിയമേ, നരകുലതിലകമേ സുരകുല കിരീടമേ, നരകുലതിലകമേ സുരകുല കിരീടമേ, മെയ് മാസറാണിയേ മഹിള മർമണിയേ, മഹിമയിഴും നോരി മാസമതിൻ്റാജ്ഞിയേ, മഹിമയിഴും നോരി മാസമതിൻ്റാജ്ഞിയേ, സകല സൃഷ്ടികൾക്കും മകുടമായി ലസിക്കും, സകല സൃഷ്ടികൾക്കും മകുടമായി ലസിക്കും, അമലയാം കന്യകേ അമരന്മാർക്കാധിപേ, അമലയാം കന്യകേ അമരന്മാർക്കാധിപേ, കാരുണ്യനിധിയേ പുണ്യസൽസരണിയേ, കാരുണ്യനിധിയേ പുണ്യസൽസരണിയേ, ധരണിയിലുള്ളോർക്കു ശരണമാരിയേ,
ശരണമരിയേ വരം ചൊരിയണമേ മാതേ മറിയമേ